സൂപ്പർ ആയിട്ടുണ്ട്. എത്ര നാളായി സ്റ്റെത്തൊക്കെ കൈകൊണ്ട് തൊട്ടിട്ട്. സത്യം പറയാലോ, ഈ ബുദ്ധി കുറച്ചുകൂടി നേരത്തെ തോന്നേണ്ടതായിരുന്നു. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അതും ശരിയാ. ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലെ നല്ല കാലം തുടങ്ങാൻ പോവാ എന്നൊന്നും വിചാരിക്കാൻ ഞാൻ തയ്യാറല്ല. പുതിയ ഹോസ്പിറ്റലാണ്. അവിടുത്തെ രീതികളുമായി എത്ര കണ്ട് പൊരുത്തപ്പെടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിനനുസരിച്ചായിരിക്കും എന്റെ ഭാവി. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, എഗ്രിമെന്റിൽ എഴുതിയിട്ടുണ്ട്. എന്നാലും ഒരു ഹോസ്പിറ്റലാകുമ്പോ പലതും നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. എനിക്ക് നേരെ തിരിച്ചാ തോന്നുന്നേ. നിങ്ങളെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ അവര് പരമാവധി ശ്രമിക്കും. നിങ്ങൾ എത്ര കാലം അവിടെ നിൽക്കുന്നോ അത്രയും കാലം നമ്മുടെ ഹോസ്പിറ്റൽ തുറക്കില്ലല്ലോ. നല്ല ബിസിനസ്സുകാരാണെങ്കിൽ അങ്ങനെ ചിന്തിക്കും. എന്റെ മനസ്സിൽ നമ്മുടെ ആശുപത്രി തന്നെ അക്ഷരേ. അത് എത്രയും പെട്ടെന്ന് തുറക്കണം. മറ്റൊരാളുടെ കീഴിൽ ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് സ്വന്തം സ്ഥാപനത്തിൽ നിൽക്കുന്നതല്ലേ. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുന്നത് എത്രയും വേഗം നമ്മുടെ ഹോസ്പിറ്റൽ തുറക്കാൻ പറ്റണമെന്നായിരിക്കും. ആ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ നടക്കട്ടെ. തങ്കച്ച എന്ന ആളില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഇത് തുറന്നു കഴിഞ്ഞേനെ. ഇന്ത്യാന ശത്രുക്കളായി പോയില്ലേ നമ്മുടെ ചുറ്റും. സാരമില്ല, എല്ലാം നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം. ഓക്കെ അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. സീനിയർ സർജൻ ഡോക്ടർ നിരഞ്ജൻ ഈസ് ഓൺ ഡ്യൂട്ടി. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഞാൻ സാറിനെ ഒന്ന് കാണട്ടെ. സർ, ഞാൻ ഇറങ്ങാം. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോയാൽ പോരെ? സാറെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? എല്ലാം ഞാൻ മുമ്പേ പറഞ്ഞതായിരുന്നല്ലോ. പൂർണ്ണ മനസ്സോടെ അല്ല ഞാനെന്നങ്ങനെ സമ്മതിച്ചത്. സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള ഒരാളുടെ മരുമകൻ മറ്റൊരു ഹോസ്പിറ്റലിൽ മാസ ശമ്പളത്തിന് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? നമുക്ക് നാണക്കേടല്ലേ? സ്വന്തം പേരിലുള്ള ഹോസ്പിറ്റല് അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായെന്ന് ഓർമ്മയുണ്ടോ? എന്നത് തുറക്കാൻ പറ്റുമെന്നും അറിയില്ല. പണ്ടത്തെ കഥകളുടെ മഹത്വമൊന്നും ഇനി ഇവിടെ ആർക്കും കേൾക്കണ്ട ഡാഡി. ഇപ്പൊ എന്താണ് അവസ്ഥ അതല്ലേ നോക്കേണ്ടത്. എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞുകൂടെ? അഭിപ്രായം പറഞ്ഞു. അനുസരിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് മാത്രം. സത്യത്തില് ഡാഡി ഇപ്പൊ പറഞ്ഞ അഭിപ്രായം ഡാഡിയുടെ അല്ലാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് സ്വാമിയുടെ അഭിപ്രായം എന്ന് നിന്നോടാര് പറഞ്ഞു? എന്തിനാ ആരെങ്കിലും പറയുന്നത്? അയാൾക്കാ നമ്മൾ നശിച്ചു കാണണമെന്ന് ആഗ്രഹമുള്ളത്. വെറുതെ ആ പാവം സ്വാമിയെ കുറ്റം പറയണ്ട. സ്വാമിക്ക് ഇതിലൊരു മനസ്സറിവുമില്ല. നല്ല പ്രാക്ടീസ് ഉള്ളൊരു ഡോക്ടർ എത്ര കാലം എന്ന് വെച്ചാ വീട്ടിലിരിക്കുക? അത് ശരിയാണെന്ന് ഡാഡിക്ക് തോന്നുന്നുണ്ടോ? ശരിയും ശരികേടും ഒന്നും ആരും എന്നെ പഠിപ്പിക്കണ്ട. എന്നെ അനുസരിക്കാൻ ആരും തയ്യാറല്ലല്ലോ. അപ്പോ പിന്നെ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഡാഡി പറയുന്നതിൽ ന്യായം ഇല്ലാത്തത് കൊണ്ടാ അനുസരിക്കാൻ തോന്നാത്തത്. അതെന്താ ഡാഡി തിരിച്ചറിയാത്തത്? രാവിലെ തന്നെ തുടങ്ങിയോ? ഇന്നൊരു നല്ല ദിവസമല്ലേ? വെറുതെ എന്തിനാ നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് നിരഞ്ജന്റെ മൂട് കളയുന്നേ? ഇന്ന് നല്ല സന്തോഷത്തോടു കൂടി വേണം നിരഞ്ജൻ ചാർജ് എടുക്കാൻ. അതിനുള്ള അവസരം നമ്മളാ ഉണ്ടാക്കേണ്ടത്. അത് പറഞ്ഞ ഡാഡിക്ക് മനസ്സിലാവണ്ടേ? മനസ്സുകൊണ്ടെന്ന് അനുഗ്രഹിക്കേട്ടാ. നമ്മുടെ ഹോസ്പിറ്റലിൽ തുറന്നാലേ നിരഞ്ജൻ അങ്ങോട്ട് വരാലോ. അതുവരെയല്ലേ ഉള്ളൂ ഈ ജോലി. ശരി, പോയി നന്നായി വാ. എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ശരി സർ, പോയിട്ട് വരാം.